Good afternoon. Good afternoon. Okay, നമ്മള് റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എടുത്തുകൊണ്ടിരിക്കുന്നേ ആണോ? വായിച്ചു നോക്കിയിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗങ്ങൾ വായിച്ചു നോക്കിയിരുന്നോ? ഓക്കെ, നമ്മൾ എവിടെ വരെ കംപ്ലീറ്റ് ചെയ്തു? റേഡിയേഷൻ ഓങ്കോളജി ആ ഭാഗം വരെയല്ലേ കംപ്ലീറ്റ് ചെയ്തത്? അവിടെ വരെ കംപ്ലീറ്റ് അല്ലേ? ഓക്കെ, ശരി. അപ് ടു ഡേറ്റ് ആയിട്ട് പോണം കേട്ടോ. അപ്ഡേറ്റ് ആയിട്ട് പോണം. നമ്മളിവിടെ എടുക്കുന്ന പോർഷൻസ് ഒക്കെ ടൈം ഉള്ള പോലെ ഒന്ന് വായിച്ചിട്ടൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്കും കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ടും നോക്കി ഒന്ന് വായിച്ചിട്ടൊക്കെ വരാം കേട്ടോ. അപ്പൊ കണക്ഷൻ ഒക്കെ ഒന്ന് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് നെക്സ്റ്റ് ഭാഗത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ലൊക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ശരി. സോ നെക്സ്റ്റ് ഒരു റേഡിയേഷൻ അല്ലെങ്കിൽ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ വരേണ്ടത് എവിടെയാണ്, അല്ലെങ്കിൽ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട പ്രത്യേകതകളാണ് കേട്ടോ നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഐഡിയലി ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വരാനായിട്ട് ഏറ്റവും അനുയോജ്യമായ ഇടം എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. The ground floor is the optimal location for sophisticated equipment like CT and MRI scanners. അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഈ ഒരു CT സ്കാൻ, MRI സ്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലുള്ള മറ്റെല്ലാ എക്യുപ്മെന്റുകളും വളരെ സങ്കീർണമായിട്ടുള്ള വളരെ വലിയ മെഷീൻസ് ആണ് അല്ലെ? വലിയ വലിയ മെഷീൻസ് അല്ലെ? ഇപ്പൊ CT ആണെങ്കിലും MRI ആണെങ്കിലും അതല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ സ്കാനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള മറ്റെല്ലാ മെഷീനറീസും വളരെ സങ്കീർണമായിട്ടുള്ള വളരെ വലിയ ഉപകരണങ്ങളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഉപകരണങ്ങള് നമുക്കൊരു ഗ്രൗണ്ട് ഫ്ലോർ ആണെങ്കിൽ അല്ലേ വളരെ സേഫ് ആയിട്ട് കൊണ്ടുപോകാനും സ്ഥാപിക്കാനൊക്കെ പറ്റുള്ളൂ അല്ലെ? ഒരു ഗ്രൗണ്ട് ഫ്ലോർ ആണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അതിന്. അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോറിലേക്ക് അത് കൊണ്ടുപോകാനും അത് അവിടെ ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടല്ലേ? അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒപ്റ്റിമൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ. അപ്പൊ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഐഡിയലി നമുക്ക് അല്ലെങ്കിൽ ഒരു ഒപ്റ്റിമൽ ആയിട്ടുള്ള ലൊക്കേഷൻ വരേണ്ടത് എവിടെയാണെന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പൊ ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ടാവും, ഫസ്റ്റ് ഫ്ലോർ ഉണ്ടാവും, സെക്കൻഡ് ഫ്ലോർ ഉണ്ടാവും. അപ്പൊ അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ അതിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഇടം എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. Then the department not only care for walking patients but also emergency patients who may be unable to walk or who require rapid scanning to make a diagnosis. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഡിപ്പാർട്ട്മെന്റില് വാക്കിംഗ് പേഷ്യൻസ്, അതായത് നമുക്ക് നടപ്പ് രോഗികൾ, ഇപ്പൊ നമ്മുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ സ്കാനിങ്ങോ എക്സ്റേ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് MRI CT ഒക്കെ എടുക്കാൻ വേണ്ടി നടക്ക് പോവാൻ പറ്റുന്ന രോഗികളുണ്ട് അല്ലെ? അവരെ മാത്രം കൺസിഡർ ചെയ്താൽ മതിയോ ഈ ഡിപ്പാർട്ട്മെന്റ്? മതിയോ? നടന്നു പോയി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പേഷ്യൻസിന് മാത്രമാണോ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് യൂസ്ഫുൾ ആവുന്നത്? ആണോ? അല്ല, മറ്റു പേഷ്യൻസിനും ഇത് ഉപയോഗപ്രദമാകണം അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഡിപ്പാർട്ട്മെന്റ് ഒരിക്കലും നടപ്പ് രോഗികളെ അല്ലെങ്കിൽ വാക്കിംഗ് പേഷ്യൻസിന് മാത്രമല്ല കെയർ കൊടുക്കുന്നത്, മറിച്ച് ഒരു എമർജൻസി പേഷ്യൻസ്, എന്തെങ്കിലും ഒരു ആക്സിഡന്റ് വന്നു, പെട്ടെന്നൊരു എമർജൻസി കണ്ടീഷൻ ആണ് അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ഒരു എമർജൻസി പേഷ്യന്റ് വരുമ്പോ അവർക്ക് ചിലപ്പോ നടന്ന ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വരാനൊന്നും ചിലപ്പോ സാധിച്ചെന്ന് വരില്ല അല്ലെ? അവർക്ക് പെട്ടെന്ന് ഒരു റാപ്പിഡ് ആയിട്ട് വേഗത്തിൽ ഒരു സ്കാനിങ്ങോ എക്സ്റേയോ ഒക്കെ വേണം, ഒരു രോഗനിർണയത്തിന് വേണ്ടിയിട്ട് വേണം എന്നുണ്ടെങ്കിൽ അതിനും കൂടി പറ്റുന്നിടത്തായിരിക്കണ്ടേ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്ലേസ് ചെയ്യേണ്ടത് അല്ലേ?
അപ്പൊ അത്തരത്തിലൊരു എമർജൻസി പേഷ്യന്റിനെയും കൂടി കൺസിഡർ ചെയ്യുന്ന, അവർക്ക് ചിലപ്പോൾ വന്ന് എന്താണ് നടന്നു വരാനോ ഇവിടെ വന്ന് സ്കാൻ ചെയ്യാനോ അതുപോലെ എക്സ്റേ എടുക്കാനോ ഒന്നും രോഗനിർണയത്തിന് വേണ്ടി സാധിച്ചെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പേഷ്യൻസിനെയും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് അവർക്കും കൂടി പ്രയോജനകരമാവുന്ന സ്ഥലത്തായിരിക്കണം ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥാനം വരേണ്ടത്. Then should be easily reachable to OPD patients. Inpatients are the emergency department. അപ്പൊ ഈ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തിന്റെയൊക്കെ അടുത്തായിരിക്കണം? അല്ലെങ്കിൽ നമ്മുടെ OPD എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എന്താ OPD? OPDയുടെ എക്സ്പാൻഡ് ഫോം എന്താ? പഠിച്ചിരുന്നോ? OPD പഠിച്ചോ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും എമർജൻസി ഡിപ്പാർട്ട്മെന്റിനൊക്കെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന അല്ലെങ്കിൽ അടുത്ത് തന്നെയായിട്ടായിരിക്കണം ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ വരേണ്ടത്. ഇറ്റ് ഷുഡ് നോട്ട് ബി പുട്ട് ബിറ്റ്വീൻ ദ അതർ ഡിപ്പാർട്ട്മെന്റ്. മറ്റു ഡിപ്പാർട്ട്മെന്റുകൾക്കിടെ ഇടയിൽ കൊണ്ടുവയ്ക്കരുതെന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ ഇടയിൽ വെക്കരുതെന്ന് പറഞ്ഞാൽ റേഡിയേഷൻ വരുന്നത് കൊണ്ട് അല്ലെ. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഇത്തരം മെഷീനറീസ് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് റേഡിയേഷൻസ് വരാം അല്ലെ. അപ്പൊ തൊട്ട് അതായത് ഇവരെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ ഇടയിലായിട്ട് ഇത് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ എന്താ പറ്റാ, അവിടെ നിന്ന് റേഡിയേഷൻസ് അവിടെ മറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാനും അവിടെയുള്ള ആളുകളെ അത് ബാധിക്കാനും സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റു ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഇടയിൽ വെക്കാതെ ഇത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മാറ്റി പ്ലേസ് ചെയ്യാണ് വേണ്ടത്. അതുപോലെ ഇറ്റ് ഷുഡ് ഹാവ് സം റൂം ഫോർ എക്സ്പാൻഷൻ അറ്റ് എ ലേറ്റർ ഡേറ്റ്. എന്താ, ഇപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പുതിയ പുതിയ സ്കാനിങ് മെത്തേഡുകൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ പുതിയ പുതിയ മെഷീനറീസ് ഒക്കെ കൊണ്ടുവരേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഭാവിയിലെ ഒരു വിപുലീകരണ സാധ്യത മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ കുറച്ച് റൂമുകൾ അവിടെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് വെച്ചിരിക്കണം. അപ്പൊ അതിനനുസരിച്ചുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കിയായിരിക്കണം അത് സെറ്റ് ചെയ്യേണ്ടത്. And flexibility, expandability and upgradability required to be taken into account while setting the department എന്നാണ് കേട്ടോ. അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ അത് സെറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇത് ഫ്ലെക്സിബിൾ ആയിരിക്കണം. അത് ഭാവിയിലേക്ക് നമുക്ക് എന്തെങ്കിലും വിപുലീകരണങ്ങൾ നടത്തണമെങ്കിലോ നവീകരണങ്ങൾ നടത്തണമെങ്കിലോ മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിലോ ഒക്കെ അതിനൊക്കെ പ്രാപ്തരമായിട്ടുള്ള അല്ലെങ്കിൽ അതിനൊക്കെ ഓക്കെ ആയിട്ടുള്ള രീതിയിലായിരിക്കണം ഇത് സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ലൊക്കേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നമ്മൾ അതിൽ പറഞ്ഞത്? ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് എവിടെയാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത്? എവിടെയാ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം? ഏത് ഫ്ലോറിലാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം? ഏത് ഫ്ലോറിലാ? പറ, ഏത് ഫ്ലോറിലാണ്? ഗ്രൗണ്ട് ഫ്ലോറിൽ അല്ലെ. അപ്പൊ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോർ ആണ് ഇപ്പൊ ഇത്തരത്തിലുള്ള CT MRI പോലെയുള്ള വലിയ വലിയ ഉപകരണങ്ങളൊക്കെ കൊണ്ടുവരാനും വെക്കാനും അത് പ്രവർത്തിപ്പിക്കാനും ഒക്കെ എളുപ്പം ഒരു ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരിക്കലും വാക്കിംഗ് പേഷ്യൻസിന്, നടപ്പ് രോഗികളെ മാത്രമല്ല അവർ കെയർ കൊടുക്കുന്നത്, മറിച്ചൊരു എമർജൻസി കേസുകൾ വരുന്ന പേഷ്യൻസിന് പെട്ടെന്നുള്ള സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ രോഗനിർണയത്തിന് ആവശ്യമായി വന്നേക്കാം. അതുകൊണ്ട് തന്നെ അത്തരം പേഷ്യൻസിനെയും കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥാനം വരേണ്ടത്. അതുപോലെ തന്നെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിനോടും ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിനോടും എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ പെട്ടെന്ന് എത്തിച്ചേരാവുന്നിടത്തായിരിക്കണം ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ വരേണ്ടത്. അതുപോലെ തന്നെ ഇത് മറ്റു ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിൽ നമ്മൾ സ്ഥാപിക്കാറില്ല. അതുപോലെ ഭാവിയിലേക്ക് വിപുലീകരണമോ നവീകരണമോ അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി എന്താണ് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒക്കെ കൊണ്ടുവരുന്ന രീതിയിൽ അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നാലും അതൊക്കെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് അതിനൊക്കെ ഒരു സ്പേസ് വേണമല്ലോ. അപ്പൊ അത്തരം സ്പേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയം മുതലേ അത് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അതിനനുസരിച്ചുള്ള സ്പേസും റൂംസും കാര്യങ്ങളൊക്കെ വേക്കന്റ് ആയിട്ട് വെച്ചിട്ട് വേണം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ആരംഭിക്കാനായിട്ട്. ക്ലിയർ ആണോ ലൊക്കേഷൻ? മനസ്സിലായോ? വേഗം ഒന്ന് വായിച്ചു നോക്കിയ ആ ഒരു ലൊക്കേഷൻ എന്നിട്ടൊന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ.
വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ശരി. ക്ലിയർ ആണോ ലൊക്കേഷൻ? ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ്, ഫിസിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് നെസസിറ്റീസ്. ആ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വേണ്ട ഫിസിക്കൽ ഫെസിലിറ്റിയും അതുപോലെ തന്നെ സ്പേസുമായി ബന്ധപ്പെട്ട ആവശ്യകതകളും ഒക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസ് ഉണ്ടാവും? ഓക്കെ, റിസപ്ഷൻ, കൺട്രോൾ ആൻഡ് രജിസ്ട്രേഷൻ ഏരിയ. നിങ്ങൾ പോയിട്ടുണ്ടോ? ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ടുണ്ടോ? സ്കാൻ ചെയ്യാനോ എക്സ്റേ എടുക്കാനോ ഒക്കെ പോയിട്ടുണ്ടോ? അവിടെ ഒരു റിസപ്ഷൻ കൺട്രോൾ, റിസപ്ഷൻ ഏരിയ, രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ കണ്ടിട്ടില്ലേ? കയറി ചെല്ലുമ്പോൾ തന്നെ റിസപ്ഷൻ, അല്ലെങ്കിൽ നമുക്ക് അവിടെ രജിസ്ട്രേഷനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള സ്റ്റാഫ് ഇരിപ്പുണ്ടാവും. കണ്ടിട്ടില്ലേ അത്തരത്തിലുള്ള ഒരു ഏരിയ? അപ്പൊ ആ ഒരു ഏരിയ എന്തായാലും ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വേണം റിസപ്ഷൻ കൺട്രോളും രജിസ്ട്രേഷൻ ഏരിയ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കണം. രണ്ടാമത്തത്, പേഷ്യൻസിന്റെ വെയിറ്റിംഗ് റൂം ഉണ്ട് അല്ലെ? ഇല്ലേ? ഒരേ സമയം എല്ലാവരും നമുക്ക് പേഷ്യൻസിനകത്തേക്ക് കയറ്റി പ്രൊസീജിയർ ചെയ്യാമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ വരുന്ന പേഷ്യൻസിന് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ഏരിയ ഉണ്ടാവുമല്ലോ. മൂന്നാമത്തത്, സെക്രട്ടറി ഓഫ് ക്ലർക്സ് ഏരിയ ഫോർ കളക്ടിങ് സെപ്പറേറ്റിംഗ് റിപ്പോർട്ട്സ്. എന്താ? സെക്രട്ടറി അല്ലെങ്കിൽ ക്ലർക്ക് ഏരിയ ഉണ്ട്. അവിടെ ഈ പറയുന്ന പേഷ്യൻസിനെ പ്രൊസീജിയേഴ്സ് ചെയ്തു വരുന്ന റിപ്പോർട്ടുകൾ കളക്ട് ചെയ്യുക, അത് സെപ്പറേറ്റ് ചെയ്യുക മുതലായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് റെക്കോർഡ് ചെയ്ത് വെക്കാനൊക്കെ വേണ്ടിയിട്ട് സെക്രട്ടറി അല്ലെങ്കിൽ ക്ലർക്കിന്റെ ഒരു ഏരിയ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു റേഡിയോളജിസ്റ്റിന്റെ ഓഫീസും ഉണ്ടായിരിക്കും. നമുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഈ ഒരു സ്കാൻ ചെയ്താലോ എക്സ്റേ ഒക്കെ ചെയ്താലോ അതില് റേഡിയോളജിസ്റ്റിന്റെ സൈൻ ഉണ്ടാവും. കണ്ടിട്ടുണ്ടോ നിങ്ങള്? ലാസ്റ്റ് അദ്ദേഹത്തിന്റെ സൈനോട് കൂടിയുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് തരിക. കണ്ടിട്ടില്ലേ? അപ്പൊ അത്തരത്തിലുള്ള ഒരു റേഡിയോളജിസ്റ്റിന്റെ ഓഫീസ് ഇതിന്റെ ബന്ധമായിട്ടുണ്ടാവും. ഹാൻഡ്ലി ലൊക്കേറ്റഡ് ക്ലോസ് ടു ദ എക്സ്റേ റൂം. എക്സ്റേ റൂമിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയായിരിക്കും ഈ റേഡിയോളജിസ്റ്റിന്റെ ഓഫീസ് കാണുക. ഷുഡ് ഹാവ് പ്രൊവിഷൻ ഫോർ വ്യൂവിംഗ് ആൻഡ് ചാർട്ടിംഗ് ഫിലിംസ്. അപ്പൊ ഇത്തരത്തിൽ എക്സ്റേയോ അല്ലെങ്കിൽ നമ്മൾ സ്കാനിങ്ങോ ഡോക്ടറിന്റെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും ചെയ്യാം. അപ്പൊ അത്തരത്തിൽ ചെയ്യുന്ന കഴിയുമ്പോൾ അവരുടെ റിപ്പോർട്ടുകൾ വ്യൂ ചെയ്യാനും അത് കൃത്യമായിട്ട് അതിന്റെ ഫൈൻഡിങ്സ് ഒക്കെ കറക്റ്റ് ആണെന്ന് സൈൻ ചെയ്ത് തരാനും അതിനൊക്കെ വേണ്ടിയിട്ട് റേഡിയോളജിസ്റ്റിന്റെ ഓഫീസ് എപ്പോഴും നമ്മുടെ എക്സ്റേ റൂമിന്റെ തൊട്ടടുത്തായിരിക്കും ഉണ്ടായിരിക്കാം. ഇതെല്ലാം ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വേണ്ടിയിട്ടുള്ള സ്പേസസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഏരിയാസ് ആണ്, ആവശ്യമായിട്ടുള്ള ഏരിയാസ് ആണ്. റിസപ്ഷൻ ആൻഡ് രജിസ്ട്രേഷൻ ഏരിയ ഉണ്ടായിരിക്കും, പേഷ്യൻസിന്റെ വെയിറ്റിംഗ് റൂം ഉണ്ടായിരിക്കും, സെക്രട്ടറി അല്ലെങ്കിൽ ക്ലർക്ക് ഏരിയ ഉണ്ടായിരിക്കും, വരുന്ന റിപ്പോർട്ടുകൾ കളക്ട് ചെയ്യുക സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു റേഡിയോളജിസ്റ്റിന്റെ ഓഫീസും എക്സ്റേ റൂമിന്റെ തൊട്ടടുത്തായിട്ട് ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? ഫിസിക്കൽ ഫെസിലിറ്റി ആൻഡ് സ്പേസ് നെസസിറ്റി. ഓക്കെ, ശരി. നെക്സ്റ്റ്, റേഡിയേഷൻ റിസ്ക്. അപ്പൊ നമുക്ക് ഈ റേഡിയേഷൻ ഏൽക്കുന്നത് കൊണ്ട് നമുക്ക് കുറെ അധികം റിസ്കുകളുണ്ട്, അപകട സാധ്യതകളുണ്ട് അല്ലെ? ഇല്ലേ? റേഡിയേഷൻസ് നമ്മുടെ ബോഡിയിലെ അഫക്ട് ചെയ്താൽ അല്ലെങ്കിൽ ഏറ്റ് കഴിഞ്ഞാൽ റേഡിയേഷൻ ഒക്കെ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റിസ്കുകളില്ലേ, അപകട സാധ്യതകളുണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് റിസ്ക് ആണ് പറയുന്നത്. സിവിയർ എഫക്റ്റും പറയുന്നുണ്ട്, ക്രോണിക് എഫക്റ്റും പറയുന്നുണ്ട്. അപ്പൊ അത് പറയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലായിക്കോളൂ കേട്ടോ. സിവിയർ എഫക്റ്റിൽ പറയുന്നത് ഹെവി ഡോസ് ഇൻ ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈം. അതായത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്കൊരു വലിയ ഡോസ് ഓഫ് റേഡിയേഷൻ ആണ് കിട്ടുന്നതെങ്കിൽ, കുറച്ച് സമയം ഇപ്പൊ നമ്മളൊരു MRI എടുക്കാനോ അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു CT എടുക്കാനോ അല്ലെങ്കിൽ ഒരു എക്സ്റേക്കോ പോയി ആ ഒരു ടൈം നമ്മൾ അതിനുള്ളിലുള്ള ഒരു കുറഞ്ഞ സമയം നമ്മൾ അതിനുള്ളിൽ നിൽക്കുന്നുള്ളൂ എങ്കിൽ പോലും നമുക്കൊരു ഹെവി ഡോസ് ഉള്ള റേഡിയേഷൻ ആണ് കിട്ടുന്നത് വിചാരിക്കാം. അങ്ങനെ കിട്ടുമ്പോൾ ഉണ്ടാവുന്ന കുറച്ച് സിവിയർ ആയിട്ടുള്ള എഫക്റ്റുകളാണ്, അതായത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അപകട സാധ്യതകളാണ് പറയുന്നത് കേട്ടോ. എല്ലാവർക്കും ഈ ഒരു കാര്യം ഉണ്ടാവണം എന്നില്ല. റേഡിയേഷൻ വരുമ്പോൾ പലർക്കും പല സിംറ്റംസ് അല്ലെങ്കിൽ പല എഫക്റ്റുകളായിരിക്കും കാണിക്കുക. കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് സിവിയർ എഫക്റ്റ്, അതായത് ഇവിടെ ഒരു ഹെവി ഡോസ് നമുക്ക് ഒരു ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈമിൽ ചെറിയ സമയപരിധിക്കുള്ളിലല്ലേ നമുക്കൊരു ഹെവി ഡോസ് കിട്ടുന്നത് അല്ലേ? അപ്പൊ അത്തരത്തില് ഉണ്ടാകുന്ന എഫക്റ്റുകളാണ് കേട്ടോ പറയുന്നത്. സെറിബ്രൽ എന്താണ് നമ്മുടെ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട് അല്ലെ, നമ്മുടെ ബ്രെയിനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവാന്നുള്ളതാണ്. കൺവെൻഷൻസ് എന്ന് വെച്ചാൽ എന്താണ്? എന്താ കൺവെൻഷൻ എന്ന് പറഞ്ഞാല്? കൺവെൻഷൻസ് എന്ന് പറഞ്ഞാല്
ഷിവറിങ് വരാം അല്ലെ, വിറയല് വരിക. അപ്പൊ ചില ആളുകൾക്ക് ഇപ്പോ MRI അല്ലെങ്കിൽ CT ഒക്കെ എടുക്കുന്ന സമയത്ത് വിറയൽ അനുഭവപ്പെടാം. അത് അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇപ്പൊ ചിലപ്പോൾ സൗണ്ട് കൊണ്ടാവാം, അല്ലെങ്കിൽ ഈ റേഡിയേഷൻസ് എഫക്ട് ചെയ്തത് കൊണ്ടൊക്കെ വിറയല് ഷിവറിങ് അനുഭവപ്പെടാം. ഒബ്സ്ക്യൂറിങ് ഓഫ് വിഷൻ, എന്താ, കാഴ്ച മങ്ങുന്ന അവസ്ഥ, കാഴ്ച മങ്ങുന്ന അവസ്ഥ ഉണ്ടാവാം. ഹെഡ് ഏക്ക്, തലവേദന ഉണ്ടാവാം. ഗ്യാസ്ട്രിക്, അതായത് വയറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കുമായി സംബന്ധമായിട്ട് നോസിയ, എന്താ, ഒരു ഓക്കാനം വരെ, ശ്രദ്ധിക്കുന്നില്ല പക്ഷെ ശ്രദ്ധിക്കാനുള്ള ഒരു ടെൻഡൻസി, ഓക്കാനം. അതുപോലെ തന്നെ വോമിറ്റിംഗ്, ചിലര് ഛർദ്ദിക്കുന്നുണ്ടാവാം. ലോക്കലൈസ്ഡ് പെയിൻ ഇൻ ദ അബ്ഡോമൻ, നമ്മുടെ അബ്ഡോമൻ അല്ലെങ്കിൽ അടിവയറിലെ ഒരു പ്രത്യേക ഭാഗത്ത് എന്തെങ്കിലും വേദനകൾ അനുഭവപ്പെടാം. ബ്ലഡുമായി ബന്ധപ്പെട്ട്, നമ്മുടെ രക്തവുമായി ബന്ധപ്പെട്ട അനീമിയ, എന്താ, വിളർച്ച അനുഭവപ്പെടാം. ബോൺ മാരോ ഡിപ്രഷൻ, എന്താ, മാരോ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ബോൺ മാരോ, നമ്മുടെ ബോൺ മാരോ എന്ന് പറഞ്ഞാൽ അസ്ഥി മജ്ജ അല്ലെ. അപ്പൊ ബോൺ മാരോ ഡിപ്രഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ അസ്ഥി മജ്ജയിലാണ് നമ്മുടെ ബ്ലഡ് സെൽസ്, ഏതൊക്കെയാ ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ്, എന്താണ്, റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ് മുതലായവയൊക്കെ നിർമ്മിക്കുന്നത് നമ്മുടെ അസ്ഥിയിലുള്ള മജ്ജയിലാണ്, അല്ലെങ്കിൽ ബോൺ മാരോയിലാണ്. അപ്പൊ ബോൺ മാരോ ഡിപ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ റേഡിയേഷനും കാര്യങ്ങളൊക്കെ നമ്മളെ ബാധിക്കുമ്പോൾ നമ്മുടെ ബോൺ മാരോയില് ഇത്തരത്തിലുള്ള ബ്ലഡ് സെൽസ് ഉണ്ടാകുന്നതിന്റെ ആ ഒരു കൗണ്ട് എന്ത് ചെയ്യുന്നു, കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കുറയുന്ന ആ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനെയാണ്, ആ ഒരു പ്രൊഡക്ഷൻ കുറയും, റെഡ്യൂസ് ചെയ്യും, ആ ഒരു കണ്ടീഷനെയാണ് ബോൺ മാരോ ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി നിങ്ങൾ എന്താണ്, നിങ്ങൾ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്തോ, ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്തോ. അവിടെ നിങ്ങൾ ബോൺ മാരോ ഡിപ്രഷൻ പഠിച്ചിട്ടില്ലേ? അവിടെ ഒരു ടേം ഇത് സൂചിപ്പിക്കുന്നുണ്ടോ, ഒരു ബോൺ മാരോ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു ടേം വരുന്നുണ്ടല്ലോ. കംപ്ലീറ്റ് ആയോ? ചാപ്റ്റർ കംപ്ലീറ്റ് ആയോ? പഠിച്ചില്ലേ? അപ്പൊ ഈ ടേം ബോൺ മാരോ ഡിപ്രഷൻ പഠിച്ചില്ലേ? പഠിച്ചില്ലേ? എന്താണ് റിപ്ലൈ ഇല്ലാതെ? പഠിച്ചോ? എന്താണ്, പഠിച്ചോ ഇല്ലയോ? യെസ് ഓർ നോ? റിപ്ലൈ ഇല്ലാതെ എന്താ, പഠിച്ചിട്ടില്ലേ? അതുകൊണ്ടാണോ റിപ്ലൈ ചെയ്യാതെ? അല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ പേര് മാത്രം പറഞ്ഞു പോയോളോ? അതാണോ? കേട്ടിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലായിരിക്കും അല്ലെ, അതുകൊണ്ടാണോ അറിയാത്തെ? അതാണോ? എന്താണ് ഒരു റിപ്ലൈ തരാത്തത്? കേട്ടിട്ട് മാത്രമേ ഉള്ളൂ, ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറഞ്ഞില്ല എന്നാണോ? ജസ്റ്റ് അത് പേര് മാത്രം പറഞ്ഞു പോയിട്ടുള്ളൂ. ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആരുമില്ല? ഓക്കെ, ശരി. അപ്പൊ ബോൺ മാരോ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ബോൺ മാരോ എന്ന് പറഞ്ഞാൽ അറിയാലോ, അസ്ഥി മജ്ജ അല്ലെ, നമ്മുടെ ബോൺസിനുള്ളിലുള്ള ടിഷ്യൂ ആണ്, സോഫ്റ്റ് ടിഷ്യൂസ് ആണ് അസ്ഥി മജ്ജ അല്ലെങ്കിൽ ബോൺ മാരോ എന്ന് പറയുന്നത്. ഈ ബോൺ മാരോയുടെ ഉള്ളിലാണ് നമ്മുടെ ബ്ലഡ് സെൽസ് ആയിട്ടുള്ള വൈറ്റ് ബ്ലഡ് സെൽസ്, റെഡ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ് ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ റേഡിയേഷൻ വരുന്ന സമയത്ത് പല കാരണങ്ങളും ഉണ്ടാവാം. ഈ കീമോതെറാപ്പി, റേഡിയോതെറാപ്പി, റേഡിയേഷൻസ് കാര്യങ്ങള്, അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസേഴ്സിന്റെ ഫലമായിട്ടൊക്കെ ഉണ്ടാവാം, പല റീസൺസ് ഉണ്ടാവാം. അപ്പൊ അത്തരത്തില് നമ്മുടെ ബോഡിയിൽ, ഇപ്പൊ ഇവിടെ നമ്മുടെ റേഡിയേഷനുമായി ബന്ധപ്പെട്ടാണല്ലോ പഠിക്കുന്നത്. അപ്പൊ റേഡിയേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബോഡിയിലെ ഇത്തരത്തില് ബോൺ മാരോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബ്ലഡ് സെൽസിന്റെ അളവ് കുറയുന്നതിനെയാണ് ബോൺ മാരോ ഡിപ്രഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ അത്? അപ്പോ ബ്ലഡുമായി ബന്ധപ്പെട്ട്, ഗ്യാസ്ട്രിക് വയറുമായി ബന്ധപ്പെട്ട്, സെറിബ്രൽ നമ്മുടെ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ടുള്ള സിവിയർ എഫക്റ്റ് പഠിച്ചത്. ഇപ്പൊ ഇതില് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ നമുക്കൊരു ഹെഡ് ഏക്ക് വന്നു, നമുക്കൊരു വളരെ ചെറിയ സമയത്ത് മാത്രമേ നമുക്ക് റേഡിയേഷൻ എഫക്ട് നമ്മളെ ബാധിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മളെ ഏറ്റിട്ടുള്ളൂ. പക്ഷെ ഇത് ഹെവി ഡോസ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ തോന്നുന്നത്. അങ്ങനെ ഹെവി ഡോസ് ആയിട്ട് വളരെ ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈമിൽ നമുക്ക് ആ ഒരു റേഡിയേഷൻ കിട്ടുമ്പോൾ പലർക്കും ഇതിൽ പല ബുദ്ധിമുട്ടുകളും തോന്നാം. എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് മാറ്റങ്ങൾ വരാം. അപ്പൊ ഇത്തരം ബുദ്ധിമുട്ടുകള് ഒരുപാട് നാളത്തേക്ക് നീണ്ടു നിൽക്കും. ഇപ്പൊ തലവേദന വന്നു, അല്ലെങ്കിൽ ഒരു വോമിറ്റിംഗ് വന്നു, നോസിയ വന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു അനീമിയ വന്നു, ഇതൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്ത വേഗം മാറ്റാൻ പറ്റില്ലേ?
ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ, ചിലപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് ഇത് മാറ്റങ്ങൾ വരില്ലേ? വരുമോ എന്നാണ് ചോദ്യം. വരും അല്ലെ? ഇത് വളരെ കാലങ്ങളായിട്ട് അല്ലെങ്കിൽ കുറെ കണ്ടിന്യൂസ് ആയിട്ട് കുറെ നാൾ നമുക്ക് ഇത് നിലനിൽക്കോ? ഇതിന്റെ എഫക്റ്റ് നിലനിൽക്കോ? ആ സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ? അത് അഫക്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് നമ്മുടെ റേഡിയേഷൻ നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കാഴ്ച മങ്ങുന്നത് പോലെ തോന്നാം, തലവേദന തോന്നാം, വിറയല് തോന്നാം, ചിലപ്പോൾ ഓക്കാനം തോന്നാം, ഛർദ്ദിക്കാം, ചിലപ്പോൾ വയറിന്റെ ഏതെങ്കിലും പർട്ടിക്കുലർ ഭാഗത്ത് വേദന തോന്നാം, അല്ലെങ്കിൽ ഇപ്പൊ വിളർച്ച അനുഭവപ്പെടാം. അതൊക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള കെയറോ കൊടുത്താൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് അതിന് പരിഹാരം അല്ലെങ്കിൽ അതിൽ നിന്ന് മോചിതരായിട്ട് അല്ലെങ്കിൽ മുക്തരായി മാറാൻ പറ്റില്ലേ? മാറാലോ, മാറാൻ പറ്റില്ലേ? അപ്പൊ ഇവിടെ അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് നമുക്ക് വളരെ ഒറ്റ പ്രാവശ്യം, അതായത് വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് ഹെവി ഡോസ് കിട്ടിയിട്ടുള്ളൂ അല്ലെ? ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈമിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഹെവി ഡോസ് ആയതുകൊണ്ടാണ് ഇതിൽ നിന്ന് നമുക്ക് മാറ്റം വരാൻ പറ്റുന്നത്. അതാണ് സിവിയർ എഫക്റ്റിന്റെ പ്രത്യേകത. എന്നാൽ ക്രോണിക് എഫക്ട് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ദിവസം കൊണ്ടോ കുറച്ച് മണിക്കൂറുകൾ കൊണ്ടോ മാറ്റങ്ങൾ വരുന്നില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഓയിങ് ടു കോൺസ്റ്റന്റ് ആൻഡ് കണ്ടിന്യൂസ് ഷോർട്ട് എക്സ്പോഷർ ആണ്. അതായത് ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. നമ്മളൊരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാന്ന് വിചാരിക്കാം. അവിടുത്തെ ഒരു എംപ്ലോയി ആണ്, ഒരു സ്റ്റാഫാണ്. ആ സ്റ്റാഫിന് കണ്ടിന്യൂസ് ആയിട്ട് അതിനുള്ളിൽ തന്നെയല്ലേ ജോലി അല്ലെ? ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയല്ലേ അവര് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാം? ആണോ മക്കളെ? കണ്ടിന്യൂസ് ആയിട്ട് അവരത് അവിടെ തന്നെയല്ല വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ബോഡിയില് ഷോർട്ട് ടൈം ആയിട്ടാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ആ ചെറിയ അളവിലാണെങ്കിൽ പോലും ആ ഒരു റേഡിയേഷൻ എക്സ്പോഷർ കിട്ടുന്നില്ലേ? കിട്ടുന്നില്ലേ? ഹെവി ഡോസിൽ കിട്ടുന്നില്ലെങ്കിൽ പോലും തുടർച്ചയായിട്ട് അവർക്ക് ചെറിയ അളവിനെങ്കിലും ആ റേഡിയേഷൻ അവരുടെ ബോഡിയിൽ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നില്ലേ? ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്ട് എക്സ്പോഷർ ആണെങ്കിൽ പോലും തുടർച്ചയായിട്ട് നമുക്ക് ആ ഒരു റേഡിയേഷൻ കിട്ടുന്നതിന്റെ എഫക്റ്റ് ആണ് നമ്മൾ താഴെ പഠിക്കാൻ പോകുന്നത്. അതില് സ്കിന്നുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വരും? ഹെയർ ലോസ്, മുടി കൊഴിച്ചിലുണ്ടാവാം. ഒരു മുടി കൊഴിഞ്ഞു പോയാൽ പിറ്റേ ദിവസം തന്നെ നമുക്ക് അടുത്ത മുടി വരുമോ? പിറ്റേ ദിവസം തന്നെ ആ കൊഴിഞ്ഞു പോയ പോലത്തെ തന്നെ നീളമുള്ള മുടി നമുക്ക് കിട്ടുമോ? ഇല്ല. ബ്രിട്ടിൽ നെയിൽസ് എന്ന് വെച്ചാൽ നഖം പൊട്ടിപ്പോകുന്ന അവസ്ഥ. ചില ആളുകളുടെയൊക്കെ നഖം നിങ്ങൾ ശ്രദ്ധിക്കണം, പൊട്ടി ഇങ്ങനെ പോകുന്ന രീതിയിൽ, അതായത് വലിയ ഹെൽത്തി അല്ലാത്ത നഖങ്ങൾ കാണാം അല്ലെ? അങ്ങനെ നഖം പൊട്ടിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവാം. ബ്ലഡുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അനീമിയ, വിളർച്ച ഉണ്ടാവും. ലുക്കീമിയ എന്താ? ബ്ലഡ് ക്യാൻസർ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ഐയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ കെട്രാക്ട് എന്താ കെട്രാക്ട്? തിമിരം കേട്ടിട്ടില്ലേ? തിമിര ശസ്ത്രക്രിയ എന്നൊക്കെ കേട്ടിട്ടില്ലേ? തിമിരം ഉണ്ടാവും. അതേഴ്സ് മറ്റുള്ള എന്തൊക്കെയാ? സ്റ്റെറിലിറ്റി, ഒബിസിറ്റി, ക്യാൻസർ. സ്റ്റെറിലിറ്റി എന്താ? വന്ധ്യത. അതുപോലെ തന്നെ ഒബിസിറ്റി, അമിതവണ്ണം, ക്യാൻസർ മുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇത് നീടിയിട്ടാം. അപ്പൊ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ് മെയിൻ ആയിട്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സിവിയർ എഫക്റ്റും ക്രോണിക് എഫക്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? സിവിയർ എഫക്റ്റ് എന്ന് പറഞ്ഞാല് ഒരു കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ ഒരു ഹെവി ഡോസ് കിട്ടുന്നു. ചിലപ്പോൾ ഒരു പ്രാവശ്യം മാത്രം അവർക്ക് ഒരു ഹെവി ഡോസ് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ റിസൾട്ട് കൊണ്ടുണ്ടാവുന്ന എഫക്റ്റുകളാണ് സിവിയർ എഫക്റ്റ്. അത് പക്ഷെ കുറച്ച് സമയത്തിനുള്ളിലോ കുറച്ച് ദിവസങ്ങൾക്കുള്ളിലോ നമുക്ക് അതിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാവും അല്ലെ? അത് മാറും. ആ എഫക്റ്റ് നമ്മളിൽ നിന്ന് മാറില്ലേ? മാറുമോ? അതേസമയം ക്രോണിക് എഫക്റ്റ് നോക്കിയേ. ഇവിടെ അവർക്ക് തുടർച്ചയായിട്ട് ഷോർട്ട് എക്സ്പോഷർ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ അവർക്കൊരു ഹെയർ ലോസ് വന്നു, ഒരു ലുക്കീമിയ പോലെയുള്ള ഒരു ക്യാൻസറോ സ്റ്റെറിലിറ്റി വന്ധ്യതയോ അമിതവണ്ണോ ഒക്കെ വന്നു. അത് നമുക്ക് പെട്ടെന്ന് അങ്ങ് മാറ്റാൻ പറ്റുമോ? പെട്ടെന്ന് മാറ്റാൻ പറ്റുമോ? ഇല്ല അല്ലെ? അത് കുറെ നാൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ വന്ന മാറ്റം അല്ലെ? കുറെ നാള് നമുക്ക് റേഡിയേഷൻ അനുഭവിച്ചത് കൊണ്ടുള്ള മാറ്റമാണ്. അപ്പൊ പെട്ടെന്ന് നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ ബുദ്ധിമുട്ടാണ് അല്ലെ? അപ്പൊ അത് വന്ന് അതിനനുസരിച്ച് പ്രോപ്പർ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കുറെ നാൾ എടുക്കുമ്പോഴായിരിക്കും നമുക്ക് അതിൽ നിന്നൊരു മോചനം ഉണ്ടാവുന്നത്. ക്ലിയർ ആണോ? സിവിയർ എഫക്റ്റും ക്രോണിക് എഫക്റ്റും ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ അവിടെ വരെ വേഗം ഒന്ന് വായിച്ചിട്ട് ഒന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. ഫിസിക്കൽ ഫെസിലിറ്റീസും റേഡിയേഷൻ റിസ്കുകൾ കേട്ടോ.
വായിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ശരി. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. സോ നമ്മൾ നെക്സ്റ്റ് അടുത്തൊരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്, റെഗുലേറ്ററി ബോഡി കേട്ടോ. ഇപ്പൊ ഇവിടെ റെഗുലേറ്ററി ബോഡിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാനുള്ളത് ദ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് അല്ലെങ്കിൽ AERB. ആ AERB-യും അതിന്റെ എക്സ്പാൻഡഡ് ഫോമും ഒന്ന് എഴുതി വെക്കാം കേട്ടോ, നോട്ട് ചെയ്ത് വെക്കണേ. അത് ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻസിൽ, എപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണുന്ന ഒന്നാണ് AERB-യുടെ എക്സ്പാൻഡഡ് ഫോം കേട്ടോ. അതൊന്ന് എഴുതി വെച്ചേ, നോട്ട് ചെയ്ത് വെച്ചേ. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് കേട്ടോ, AERB അല്ലെങ്കിൽ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. Outlined by the central government, is the professional authority as the regulatory board for granting, renewal, withdrawal and revocation consent for nuclear and radiation facility. എന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ ഒരു റെഗുലേറ്ററി ബോഡി അല്ലെങ്കിൽ നിയന്ത്രണ ബോഡി അല്ലെങ്കിൽ എന്താണ് ഇവിടെ റെഗുലേറ്ററി ബോഡി AERB അല്ലെങ്കിൽ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂക്ലിയർ ആൻഡ് റേഡിയേഷൻ ഫെസിലിറ്റികൾ, ഇപ്പൊ ആണവോർജ അതുപോലെ തന്നെ ആണവ റേഡിയേഷൻ സൗകര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഇത് നമ്മുടെ ജസ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒരു ഹോസ്പിറ്റലില് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവരണം. അപ്പൊ അവിടെ റേഡിയേഷൻസ് കൊണ്ടുവരുന്നില്ലേ? റേഡിയേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫെസിലിറ്റി നമ്മൾ അവിടെ കൊണ്ടുവരാണല്ലോ. അപ്പൊ അത്തരത്തില് ഇപ്പൊ ഒരു റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റോ ന്യൂക്ലിയർ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങളോ റേഡിയേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ന്യൂക്ലിയർ ഫോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒക്കെ അത്തരത്തിലുള്ള ഫെസിലിറ്റികൾ നൽകുന്ന സ്ഥാപനങ്ങൾക്ക് ലൈസൻസുകൾ അനുവദിക്കുക, അതുപോലെ തന്നെ അത് പുതുക്കി നൽകുക, റിന്യൂ ചെയ്യുക, വിഡ്രോവല് നല്ലതല്ല എങ്കിൽ അത് പിൻവലിക്കുക, അല്ലെങ്കിൽ റിവോക്കേഷൻ അത് അസാധുവാക്കുക, അതുമായി ബന്ധപ്പെട്ട സമ്മതം അസാധുവാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വിദഗ്ധ അതോറിറ്റി അല്ലെങ്കിൽ അധികാരി അല്ലെങ്കിൽ ഒരു നിയന്ത്രണ ബോർഡാണ് AERB അല്ലെങ്കിൽ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഏതൊരു സ്ഥാപനവും ന്യൂക്ലിയർ ആൻഡ് റേഡിയേഷൻ ഫെസിലിറ്റീസ് ഉപയോഗിക്കുന്ന ഏതൊരു സ്ഥാപനത്തിനും അത് പ്രവർത്തിക്കണമെങ്കിൽ ആരിൽ നിന്നുള്ള സമ്മതം വേണം? ആരുടെ കാര്യം നമ്മളിവിടെ പറഞ്ഞു. ഏതാണ് ആ റെഗുലേറ്ററി ബോഡി എന്ന് പറയുന്നത്? ആ റെഗുലേറ്ററി ബോർഡ് ഏതാ? AERB അല്ലെ, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് അല്ലെങ്കിൽ AERB-യുടെ കൺസേൺ അല്ലെങ്കിൽ സമ്മതത്തോടു കൂടി മാത്രമേ നമുക്കൊരു ഹോസ്പിറ്റലിലാണെങ്കിൽ പോലും ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിപ്പിക്കാൻ പാടുള്ളൂ. ഇവരിൽ നിന്ന് കിട്ടുന്ന ആ റെഗുലേറ്ററി ബോർഡിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന് കീഴിലുള്ള ഒരു ബോർഡാണ് കേട്ടോ. ഈ ഒരു നിയന്ത്രണ ബോർഡിൽ നിന്ന് കിട്ടുന്ന അനുമതി പ്രകാരം മാത്രമേ നമുക്ക് അവിടെ റേഡിയേഷൻ ഫെസിലിറ്റീസ് പ്രവർത്തിപ്പിക്കാൻ പാടുള്ളൂ. അപ്പൊ അത് നല്ല രീതിയിലല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ ഇവർക്ക് അത് എന്ത് ചെയ്യാം? ആ സമ്മതം അല്ലെങ്കിൽ ആ ലൈസൻസുകള് നല്ലതായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ റിന്യൂ ചെയ്ത് കൊടുക്കാം, പുതുക്കി കൊടുക്കാം അല്ലെ. അല്ലെങ്കിൽ ആ അനുമതി എന്ത് ചെയ്യാം? പിൻവലിക്കുകയോ അല്ലെങ്കിൽ അസാധുവാക്കുവാനോ സാധ്യത അല്ലെങ്കിൽ അതിനുള്ള അധികാരമാക്കേണ്ട ഈ ഒരു റെഗുലേറ്ററി ബോർഡായിട്ടുള്ള അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് അല്ലെങ്കിൽ AERB ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? AERB എന്താണെന്ന് മനസ്സിലായോ? AERB അല്ലെങ്കിൽ ആ ഒരു റെഗുലേറ്ററി ബോർഡ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ഈ AERB-യുമായി ബന്ധപ്പെട്ട് ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു ഡയഗ്നോസ്റ്റിക് ഏരിയയിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം വേണ്ടത്? അതാണ് കേട്ടോ നോക്കുന്നത്. ഡയഗ്നോസ്റ്റിക് ഏരിയ അതായത് നമ്മുടെ ഒരു രോഗനിർണയം നടത്തുന്ന റേഡിയേഷൻ അല്ലെങ്കിൽ റേഡിയോളജി ഏരിയയിൽ എന്തൊക്കെ ഫെസിലിറ്റി അല്ലെങ്കിൽ എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം? റേഡിയോളജി റൂംസ് ആർ secluded so that people cannot come 1 meter from its outside world. എന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങള് ഏതൊരു റൂം ഇപ്പൊ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ആ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മെയിൻ ഒരു വാതിലില്ലേ? ഓപ്പറേഷൻ തിയേറ്റർ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന മെയിൻ ഒരു വാതിലില്ലേ? ആ മെയിൻ വാതിൽ തുറക്കുമ്പോ തന്നെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിലേക്കാണോ കയറുന്നത്? ആ ഓപ്പറേഷൻ നടക്കുന്ന റൂമിന്റെ ഉള്ളിലേക്കാണോ കയറുന്നത്? ആണോ? അല്ല. ഇവിടെയും അതുപോലെ തന്നെ റേഡിയോളജി നടക്കുന്ന അല്ലെങ്കിൽ റേഡിയോളജിയുമായി ബന്ധപ്പെട്ട റേഡിയേഷൻസ് വരുന്ന ഉപകരണങ്ങളൊക്കെ വെച്ച് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ റൂം ഉണ്ടല്ലോ. ആ പ്രൊസീജിയർ റൂം
എപ്പോഴും എങ്ങനെയായിരിക്കണം? സെക്യൂർഡ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്താണ്, ഒളിപ്പിച്ച് വെക്കണം, അതായത് അത് പ്രൊട്ടക്ട് ചെയ്ത് വെക്കണം. അതൊരിക്കലും അവരുടെ ഫ്രണ്ടിലുള്ള ഔട്ട്സൈഡ് വാളില്, ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലെ പോലെ ഫ്രണ്ടിൽ നമുക്കൊരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് മെയിൻ ആയിട്ടുള്ള ഒരു വാൾ ഉണ്ടാവുമല്ലോ, ഇല്ലേ? മെയിൻ ആയിട്ടുള്ള ഭിത്തി, അതിൽ നിന്ന് 1 മീറ്റർ എങ്കിലും ഉള്ളിലേക്ക് മാറി ആയിരിക്കണം ഈ റേഡിയോളജി റൂം വരേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടോ മിസ് പറയുന്നത്? അപ്പൊ നേരെ തന്നെ നമ്മൾ ആ റേഡിയോളജി റൂമുമായിട്ട് അത്രയും 1 മീറ്റർ എങ്കിലും പുറത്തെ ഭിത്തിയും ആ റേഡിയോളജി റൂമും അതിനുള്ളിലുള്ള റേഡിയോളജി റൂമും തമ്മിൽ ഒരു അകലം പാലിച്ചിരിക്കണം എന്ന് മനസ്സിലാവുന്നോ? അപ്പോ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നമ്മൾ കടക്കുന്നത് തന്നെ ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്ന റൂമിലേക്കല്ലല്ലോ. അതുപോലെ തന്നെ ഇവിടെയും ആ പുറത്തെ ഭിത്തിയിൽ നിന്ന് 1 മീറ്റർ എങ്കിലും ഉള്ളിലേക്ക് നീക്കിയിട്ടായിരിക്കണം റേഡിയോളജി റൂം അത്രയും പ്രൊട്ടക്ട് ചെയ്താണ് വെക്കേണ്ടത്. അതുപോലെ തന്നെ ദി വിൻഡോസ് ആർ അവോയ്ഡഡ് ടു ലെസൻ ദ പെനിട്രേഷൻ ഓഫ് റേഡിയേഷൻ ഇൻ ദ നിയർ ബൈ ഏരിയ. അധികം വിൻഡോസ് ഒന്നും ഉണ്ടാവില്ല ഈ റേഡിയോളജി റൂമുമായി ബന്ധപ്പെട്ട്. ഒരുപാട് വിൻഡോസ്, ജനാലകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാ? ഇതിൽ നിന്ന് വരുന്ന റേഡിയേഷൻസ് മറ്റുള്ള തൊട്ടടുത്ത ഏരിയാസിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല? പെനിട്രേറ്റ് ചെയ്ത് പോവാൻ, അല്ലെങ്കിൽ അത് വ്യാപിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിൻഡോസ് ഒക്കെ നമ്മൾ ഒഴിവാക്കുന്നത്. അതുപോലെ തന്നെ ഓൾ വാൾസ് ആൻഡ് ഡോർ ടു ബി പെയിന്റഡ് വാഷബിൾ പെയിന്റ്സ് ഓഫ് ഗുഡ് ക്വാളിറ്റി. അതിന്റെ അവിടെ ആ ഒരു റേഡിയോളജി റൂം ഉണ്ടാക്കിയിരിക്കുന്ന, ബിൽഡ് ചെയ്തിരിക്കുന്ന ഭിത്തികളായിക്കോട്ടെ ഡോറുകളായിക്കോട്ടെ, അതിലെല്ലാം നല്ല വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇപ്പോഴത്തെ വാഷ് പെയിന്റ്സ് ഒക്കെ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റില്ലേ? നല്ല ഗുഡ് ക്വാളിറ്റിയില് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പെയിന്റുകളായിരിക്കണം അടിക്കേണ്ടത്. Then as per to BARC, BARCയുടെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ മുംബൈ നമ്മളേം ചെയ്തിട്ടേ. ഈ BARC അല്ലെങ്കിൽ മുംബൈയിലെ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ പ്രകാരം അവിടുത്തെ റേഡിയോളജി റൂമുകളുടെ വാളുകൾ അല്ലെങ്കിൽ ഭിത്തികൾ എന്ന് പറയുന്നത് should be 9 inches thick concrete walls or 14 inches thick brick masonry walls എന്നാണ് കേട്ടോ. അവിടെ ബ്രിക്ക് എന്നാണ്. അപ്പൊ ഇവിടെ ആ ഒരു ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ, മുംബൈയിലെ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ പ്രകാരം അവിടുത്തെ റേഡിയോളജി റൂമുകളുടെ വാൾസ് എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ എങ്കിലും കോൺക്രീറ്റ് വാൾസ് ആണെങ്കിൽ, ഇപ്പൊ നമ്മുടെ കോൺക്രീറ്റ് ഭിത്തികളാണ് അല്ലെ, അപ്പൊ കോൺക്രീറ്റ് ഭിത്തികളാണെങ്കിൽ അത് 9 inches തിക്ക് ഉണ്ടായിരിക്കണം. അതായത് ഇവിടെ റേഡിയേഷൻ പെനിട്രേറ്റ് ചെയ്ത് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിട്ടാ 9 inch തിക്ക് ഉണ്ടായിരിക്കണം. അതേസമയം ബ്രിക്ക് മേസണറി വാൾസ് എന്ന് പറഞ്ഞാൽ എന്താ ബ്രിക്കുകൾ കൊണ്ട്, കട്ടകൾ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വാൾസ് ആണ് എങ്കിൽ അത് 14 inch എങ്കിലും അതിന്റെ ആ ഒരു തിക്നെസ് ഉണ്ടായിരിക്കണം. ക്ലിയർ അല്ലേ? മിനിമം ഫർണിച്ചർ, ഒരുപാട് ഫർണിച്ചർ ഒന്നും ആ റേഡിയോളജി റൂമിൽ ഉണ്ടാവാൻ പാടില്ല. വളരെ മിനിമം ആയിട്ടുള്ള അത്യാവശ്യം വേണ്ട ഫർണിച്ചേഴ്സ് മാത്രമേ ഉണ്ടാവാൻ പാടില്ല. പ്രൊവൈഡ് വെന്റിലേഷൻ ഫ്യൂംസ്, എന്താ വെന്റിലേഷനുമായി ബന്ധപ്പെട്ട ഫെസിലിറ്റീസ്, അതായത് പുകയോ അത്തരത്തിലുള്ള അപകടകരമായിട്ടുള്ള പുകയോ പൊടിയോ വേപ്പേഴ്സോ കാര്യങ്ങളോ ഒക്കെ തടയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? എക്സ്ഹോസ്റ്റ് അല്ലെങ്കിൽ വെന്റിലേഷൻ സൗകര്യങ്ങൾ, ഡിവൈസുകൾ ഉപയോഗിക്കുക. Then install an X-ray machine in the corner so there is enough moving space. ഇപ്പോ എക്സ്റേ മെഷീൻസ് പോലുള്ള മെഷീൻസ് ഒക്കെ ആണെങ്കിൽ ഒരു കോർണറിലായിട്ട്, ആ ഒരു റൂമിന്റെ ഒരു മൂല അല്ലെങ്കിൽ ഒരു കോർണറിലാക്കി ആയിട്ട് സ്ഥാപിക്കുകയാണെങ്കിൽ മറ്റു സ്പേസിലൂടെ നമുക്ക് നടക്കാനുള്ള, മൂവ് ചെയ്യാനുള്ള സ്പേസ് കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ the flooring should be able to support a lot of heavy machines, particularly if the lab is built on top floor. എന്താ ആ ഫ്ലോറിംഗ്, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലോ ടോപ്പ് ഫ്ലോറിലൊക്കെയാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വെക്കുന്നത് വിചാരിക്കാം. ചിലപ്പോൾ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ മതിയായ സൗകര്യങ്ങളൊന്നുമില്ല, സ്പേസ് ഇല്ല എങ്കിൽ നമുക്ക് മതിയായ സ്പേസിനനുസരിച്ച് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് സെക്കൻഡ് ഫ്ലോറിലേക്ക് ഒക്കെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് മാറ്റാറുണ്ട് കേട്ടോ. ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലം ഗ്രൗണ്ട് ഫ്ലോർ ആണെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ടോപ്പ് ഫ്ലോറിലൊക്കെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉള്ളതെങ്കിൽ ഇത്തരം ഹെവി മെഷീൻസ് നമ്മൾ പറഞ്ഞ പോലെ വളരെ ഹെവി ആയിട്ടുള്ള, വളരെ വലിയ രീതിയിലുള്ള മെഷീൻസ് ഒക്കെയാണ്. അപ്പൊ അത്തരം മെഷീൻസ് ഒക്കെ അതിന്റെ ആ ഒരു മെഷീൻസ് ഒക്കെ ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുള്ള ഒരു ഫ്ലോർ ആണോ എന്ന് ഉറപ്പുവരുത്തണം. എപ്പോഴും ആ ഫ്ലോറ് അത്തരം ലോഡ് താങ്ങാൻ പറ്റുന്ന, അതിന് സപ്പോർട്ട് നൽകുന്ന രീതിയിലുള്ള ഒരു ഫ്ലോർ തന്നെ ആയിരിക്കണം ഈ ലാബ് ബിൽഡ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ അത് ഉറപ്പുവരുത്തുകയും വേണം. ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഡയഗ്നോസ്റ്റിക് ഏരിയയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത്? റേഡിയോളജി റൂം എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു റൂമിന്റെ അല്ലെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഔട്ട്സൈഡുള്ള, പുറമേയുള്ള ഭിത്തിയിൽ നിന്ന് 1 മീറ്റർ എങ്കിലും ഉള്ളിലേക്ക് മാറിയായിരിക്കണം ഈ റൂം
പ്രൊട്ടക്ട് ചെയ്ത് സൂക്ഷിക്കേണ്ടത്. അതുപോലെ വിൻഡോസ് ഒക്കെ പരമാവധി നമ്മൾ അവോയ്ഡ് ചെയ്യുകയും അതുവഴി അവിടെ നിന്നുണ്ടാകുന്ന റേഡിയേഷൻസിന്റെ ആ ഒരു വ്യാപനത്തെ, നിയർബൈ ഏരിയാസിലോട്ടുള്ള വ്യാപനത്തെ തടയാനും പറ്റും. മൂന്നാമത് പറഞ്ഞത് അവിടുത്തെ എല്ലാ ഡോറുകളും വാൾസും നല്ല വാഷബിൾ ആയിട്ടുള്ള പെയിന്റുകൾ ഉപയോഗിച്ച് പെയിന്റ് ചെയ്ത്, നല്ല ഗുഡ് ക്വാളിറ്റിയിലുള്ള വാഷബിൾ ആയിട്ടുള്ള പെയിന്റ് ഉപയോഗിച്ച് പെയിന്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ BARC പ്രകാരം, അതായത് ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ മുംബൈ പ്രകാരം അവിടുത്തെ കോൺക്രീറ്റ് വാൾസ് ആണ്, റേഡിയോളജി റൂമിന്റെ വാൾസ് എന്ന് പറയുന്നത് കോൺക്രീറ്റ് വാൾസ് ആണെങ്കിൽ അത് 9 ഇഞ്ചസ് ഉണ്ടായിരിക്കണം. അതേസമയം ബ്രിക്ക് മേസണറി വാൾസ് അല്ലെങ്കിൽ കല്ലുകൊണ്ട് ഉണ്ടാക്കിയ ഭിത്തിയാണെങ്കിൽ അവിടെ എന്താണ് 14 ഇഞ്ചസ് തിക്നെസ് എങ്കിലും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വളരെ മിനിമം ഫർണിച്ചർ ആയിരിക്കണം കീപ്പ് ചെയ്യുന്നത്. വെന്റിലേഷൻ, അതായത് പുകയോ ദോഷകരമായിട്ടുള്ള പുകയോ വായുവോ അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള പൊടിയോ പുകയൊക്കെ ആണെങ്കിൽ അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എക്സോസ്റ്റ് പോലെയുള്ള വെന്റിലേഷൻ ഡിവൈസുകൾ യൂസ് ചെയ്യുക. ദെൻ എക്സ്റേ മെഷീൻസും കാര്യങ്ങളൊക്കെ ഒരു കോർണറിലായിട്ടാണ്, ആ ഒരു റേഡിയോളജി റൂമിന്റെ കോർണറിലായിട്ടാണ് പ്ലേസ് ചെയ്യേണ്ടത്. അതിലൂടെ മൂവ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായ സ്പേസ് കിട്ടും. അതുപോലെ തന്നെ ഫ്ലോറിംഗ് എപ്പോഴും നല്ല രീതിയിൽ ചെയ്തിരിക്കണം. ടോപ്പ് ഫ്ലോറിലൊക്കെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഹെവി ലോഡ് ആയിട്ടുള്ള സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്ലോറിംഗ് എപ്പോഴും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന, അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണോ എന്ന് കൂടി ഉറപ്പുവരുത്തണം. വേഗം ഒന്ന് വായിച്ചു നോക്കിയത് റെഗുലേറ്ററി ബോഡിയ ഡയഗ്നോസ്റ്റിക് ഏരിയ കേട്ടോ. വായിച്ചു കഴിയുമ്പോൾ റിപ്ലൈ തരണേ. വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ശരി, ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റിലേക്ക് പോവാണേ. നെക്സ്റ്റ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ നിന്നുള്ള സംരക്ഷണം. റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഓൾസോ നോൺ ആസ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ. റേഡിയേഷൻ പ്രൊട്ടക്ഷനെ നമുക്ക് എന്തെന്ന് കൂടി വിളിക്കാം? റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ എന്ന് കൂടി അറിയപ്പെടുന്നു. And is defined by the International Atomic Energy Agency, IAEA. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. IAEAയുടെ എക്സ്പാൻഡഡ് ഫോമും ചോദിക്കാറുണ്ട്, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. ഈ IAEA ആണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നിർവചിച്ചിരിക്കുന്നത്. ഈ IAEA നിർവചിച്ച പ്രകാരം ഈ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് the protection of people from injurious effects of exposure to ionizing radiation and the means for attaching this. എന്താണ്? The protection of people, ആളുകളുടെ സംരക്ഷണം. എന്തിൽ നിന്നുള്ള ആളുകളുടെ സംരക്ഷണമാ? From injurious effects of exposure to ionizing radiation. അയണൈസിംഗ് റേഡിയേഷനുമായി സമ്പർക്കത്തിൽ നിന്ന് വരുന്നത് കൊണ്ട്, അയണൈസിംഗ് റേഡിയേഷനുമായി സമ്പർക്കം പുലർത്തുന്നതിന്റെ ഭാഗമായി ഉണ്ടാവുന്ന ദോഷഫലങ്ങളിൽ നിന്നും ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങള് ഘടിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് എന്തെന്ന് പറയാം, അത് അറ്റാച്ച് ചെയ്യുന്നത്. അതായത് ഇത്തരത്തിലുള്ള ആ പ്രൊട്ടക്ഷൻ അവർക്ക് കിട്ടുക, അത്തരത്തിലുള്ള ഇഞ്ചുറീസിൽ നിന്നും അവരെ സംരക്ഷിക്കുക, ഇത്തരം ഇഞ്ചുറി ഉണ്ടാവാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? ഓൾസോ നോൺ ആസ്
റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. ഈ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്താണ്, അല്ലെങ്കിൽ ഒരു റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് IAEA ആണ്. IAEA എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. അവര് പറഞ്ഞിരിക്കുന്നതിൽ എന്താണ് ഒരു റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്നാ പറയുന്നത്? ദ പ്രൊട്ടക്ഷൻ ഓഫ് പീപ്പിൾ ഫ്രം ഇൻജൂറിയസ് effect of exposure to ionizing radiation and the means for attaching this. എന്താ? അയനൈസിംഗ് റേഡിയേഷനുമായി സമ്പർക്കം പുലർത്തുന്നതിന്റെ ദോഷഫലങ്ങളിൽ നിന്നും ആളുകളെ സംരക്ഷിക്കുക, അവരിൽ നിന്നും ഉണ്ടാവുന്ന വിജ്വൽസിൽ നിന്നും ആളുകളെ സംരക്ഷിക്കുക, അത് ഉണ്ടാവാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക. അതാണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്നാണ് IAEA പറയുന്നത്. ക്ലിയർ ആണല്ലോ? അത് ക്ലിയർ അല്ലേ? ഇനി ഇതുമായി ബന്ധപ്പെട്ട് 3 പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 3 വിഭാഗക്കാരുടെ പ്രൊട്ടക്ഷൻ. ആരൊക്കെയായിരിക്കും അതിൽ 3 വിഭാഗക്കാര്? ആരൊക്കെയായിരിക്കും അതിൽ? ഒന്നാമത്തേതാണ് ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, രണ്ടാമത്തേതാണ് മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, മൂന്നാമത്തേതാണ് പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. അതിൽ ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, ഒക്യുപേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എന്താ ഒക്യുപേഷൻ എന്ന് പറഞ്ഞാൽ? അതിന്റെ അർത്ഥം എന്തുമായി ബന്ധപ്പെട്ടാണ്? ഒക്യുപേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്താ നമ്മളെ എഴുതുക? ഒക്യുപേഷൻ, തൊഴിൽ, അല്ലെങ്കിൽ നമ്മുടെ ജോലി, അല്ലെ, നമ്മൾ ചെയ്യുന്ന വർക്ക്. ശരിയാണ്. അപ്പൊ ഇവിടെ ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട റേഡിയേഷനിൽ നിന്നുള്ള സംരക്ഷണം. ആരുടെ സംരക്ഷണമായിരിക്കും അപ്പൊ? അല്ലെങ്കിൽ ആരുടെ പ്രൊട്ടക്ഷൻ ആയിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്ന സ്റ്റാഫുകളുടെ, അല്ലെ, അതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന വർക്കേഴ്സിന്റെ. അപ്പൊ നോക്കിയേ, ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ വിച്ച് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ് in circumstances where their exposure is directly connected with their work. എന്താ ഇവിടെ ആരുടെയാണ് പ്രൊട്ടക്ഷൻ? ആ ഒരു സാഹചര്യത്തിൽ, അതായത് റേഡിയേഷൻ കിട്ടുന്ന സാഹചര്യത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ പ്രൊട്ടക്ഷൻ ആണ്, അല്ലെ, അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ പ്രൊട്ടക്ഷൻ ആണ്. where their exposure is directly connected with their work. അല്ലെ, അവർ ചെയ്യുന്ന തൊഴിലുമായി നേരിട്ട് ആ ഒരു എക്സ്പോഷർ കണക്റ്റഡ് അല്ലേ? ഇല്ലേ? ഇതൊരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാവുമ്പോ നേരിട്ട് അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് നേരിട്ട് അവർക്ക് റേഡിയേഷൻ അവരുടെ ബോഡിയിലേക്ക് അഫക്ട് ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പൊ അത്തരത്തില് തൊഴിലുമായി ബന്ധപ്പെട്ട് ഡയറക്ട്ലി അവരതിൽ എക്സ്പോസ്ഡ് ആവുന്ന വർക്ക്, അത്തരം സാഹചര്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളുടെ സംരക്ഷണമാണ് ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഒക്യുപേഷണൽ എന്ന് പറയുമ്പോൾ തന്നെ കണക്ട് ചെയ്യണം എന്താണ്? അവിടെ വർക്കേഴ്സിന്റെയാണ്, അവരുമായി തൊഴിൽ ചെയ്യുന്ന ആളുകളുടെയാണ്. കണക്ട് ചെയ്യാൻ പറ്റില്ലേ? അതിന് വേണ്ടിയിട്ടാണ് മിസ് അങ്ങനെ ചോദിച്ചത് കേട്ടോ. അപ്പൊ അത് ഓർമ്മ വരണേ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. മെഡിക്കൽ എന്ന് പറയുമ്പോൾ ആരുമായിട്ടായിരിക്കും? മെഡിക്കൽ എന്ന് പറയുമ്പോൾ വൈദ്യ പരിചരണത്തിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം. ആർക്കാണ് അവിടെ വൈദ്യ പരിചരണത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്? പേഷ്യന്റ്, അല്ലെ? ഇവിടെ മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ് exposed to radiation as part of their diagnosis or treatment. എന്താ? അവരുടെ രോഗനിർണയത്തിന്. ശരിയല്ലേ? നമ്മളൊരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് വെറുതെ പോവാറില്ലല്ലോ. അവിടെ അപകട സൂചനകൾ എഴുതി വെച്ചിട്ടുണ്ടാവും, കണ്ടിട്ടില്ലേ? വാർണിംഗ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ വാർണിംഗ് സൈൻസ് വെച്ചിട്ടുണ്ടാവും. റേഡിയേഷൻ ഏരിയ ആണ്. ഇത് വെക്കാറില്ലേ? ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ടോ? അങ്ങനത്തെ ബോർഡുകളൊക്കെ, സൈൻ ബോർഡുകൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇത്തരത്തിൽ നമ്മളൊരു എന്തെങ്കിലും ഒരു രോഗനിർണയത്തിന് വേണ്ടിയിട്ടോ ട്രീറ്റ്മെന്റുകൾക്കോ വേണ്ടിയിട്ടല്ലേ നമ്മുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പോകുന്നേ, അല്ലേ? അത്തരത്തില് എന്തെങ്കിലും രോഗനിർണയത്തിനോ ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടിയിട്ടോ അതിന്റെ ഭാഗമായിട്ട് റേഡിയേഷൻ എക്സ്പോസ്ഡ് ആവുന്ന അല്ലെങ്കിൽ റേഡിയേഷനുമായി സമ്പർക്കത്തിൽ വരുന്ന പേഷ്യൻസിന്റെ സംരക്ഷണമാണ് മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആരുടെ പ്രൊട്ടക്ഷൻ ആയിരുന്നു? ആരുടെ പ്രൊട്ടക്ഷൻ ആണ്? ആരുടെ പ്രൊട്ടക്ഷനാ? ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞത് ഇപ്പൊ തന്നെ ഒന്ന് പഠിച്ചു പോകണം കേട്ടാ. അതായത് റേഡിയേഷൻ വരുന്ന സാഹചര്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ, അല്ലെ, സ്റ്റാഫുകളുടെ അല്ലെങ്കിൽ വർക്കേഴ്സിന്റെ. മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആരുടെയാ? ആരുടെ പ്രൊട്ടക്ഷൻ ആണ്? പേഷ്യന്റിന്റെ. ഇനി പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ അത് ആ പേരിൽ നിന്ന് തന്നെ കിട്ടില്ലേ നിങ്ങൾക്ക്? ആരുടെയാണ്? ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഓഫ് ദ പബ്ലിക്.
അല്ലെ? ആർ ദ പോപ്പുലേഷൻ ഇൻ ജനറൽ, നമ്മുടെ പോപ്പുലേഷൻ, പൊതുവായിട്ട് നമ്മുടെ പോപ്പുലേഷൻ അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക്കിലെ ഓരോ ഇൻഡിവിജ്വൽ മെമ്പേഴ്സിന്റെയും റേഡിയേഷനിൽ നിന്നുള്ള പ്രൊട്ടക്ഷനെയാണ് പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇപ്പൊ 3 റേഡിയേഷൻ പ്രൊട്ടക്ഷൻ നമ്മൾ പഠിച്ചു. ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. അതിൽ ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ കിട്ടുന്ന സാഹചര്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന്റെ സംരക്ഷണമാണ്. മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ രോഗനിർണയമോ ട്രീറ്റ്മെന്റോ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് റേഡിയേഷൻ എക്സ്പോസ്ഡ് ആവുന്ന പേഷ്യൻസിന്റെ സംരക്ഷണമാണ്. പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പബ്ലിക്കിലെ അംഗമായിട്ടുള്ള ഓരോ ഇൻഡിവിജ്വൽസിന്റെയും അല്ലെങ്കിൽ പൊതുവായിട്ട് നമ്മുടെ ഒരു പോപ്പുലേഷന്റെ തന്നെ ഒരു പ്രൊട്ടക്ഷൻ ആണ് പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ആ 3 നോക്കിയല്ലേ? ചോദിച്ചാക്കിട്ടില്ലേ? എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുള്ള മേഖലയാണ് കേട്ടോ, ഏരിയ ആണ്. ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ മിക്ക ആളുകൾക്ക് കൺഫ്യൂഷൻ വരാൻ, മാറിപ്പോവാം. അതുകൊണ്ടാണ് മിസ് ഒന്ന് ക്ലൂവൊക്കെ തന്ന് പഠിപ്പിച്ചത് കേട്ടോ. ഒക്യുപേഷണൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വർക്കേഴ്സിനെ ആലോചിക്കുക, മെഡിക്കൽ എന്ന് പറഞ്ഞാൽ പേഷ്യൻസിനെ ആലോചിക്കുക, പബ്ലിക് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ പബ്ലിക് അല്ലെങ്കിൽ പൊതുജനങ്ങളെയാണെന്നുള്ളത്. അപ്പൊ ആ റേഡിയേഷൻ പ്രൊട്ടക്ഷനും ആ 3 ടൈപ്പ് ഒന്ന് വേഗം വായിച്ചു നോക്കി, എന്നിട്ടൊന്ന് റിപ്ലൈ ചെയ്യാം. വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യാട്ടോ. ഓക്കെ അല്ലേ? ഇത് ചോദിച്ച കിട്ടുമല്ലോ? ഓക്കെ, ശരി. നെക്സ്റ്റ്, മെഷേഴ്സ് ടു ബി ടേക്കൺ ഫോർ പ്രൊട്ടക്ഷൻ. പ്രൊട്ടക്ഷന് വേണ്ടി, അതായത് പേഷ്യൻസിന്റെയും സ്റ്റാഫുകളുടെയും പബ്ലിക്കിന്റെ ഒക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട മെഷേഴ്സ് അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ട നടപടിക്രമങ്ങളാണ് കേട്ടോ പറയുന്നത്. ഫസ്റ്റ് നിങ്ങളുടെ ഫോർ പബ്ലിക് തന്നെയാണോ കിടക്കുന്നത്? ആണോ? തിരുത്തിയിട്ടുണ്ടോ? അത് ഫോർ പേഷ്യന്റ് എന്നാക്കിയിട്ടുണ്ടോ? പേഷ്യന്റ് എന്നാണോ കിടക്കുന്നത്? ഓക്കെ, അപ്പൊ കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഇവിടെ പബ്ലിക് എന്നാണ്, അപ്പൊ അതുകൊണ്ട് മിസ് പറഞ്ഞത് കേട്ടോ. പേഷ്യന്റ് എന്നാണ്, ഫോർ പേഷ്യന്റ് എന്നാണ് കേട്ടോ. അപ്പൊ പേഷ്യൻസിനെ നമുക്ക് എന്തൊക്കെ, അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ മെഷേഴ്സ് എടുക്കാം, എന്തൊക്കെ നടപടിക്രമങ്ങൾ എടുക്കാം അല്ലെങ്കിൽ ചെയ്യാം, അതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ റേഡിയേഷൻ എന്നൊരു പേഷ്യന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെഷേഴ്സ് നോക്കിയേ. ഫസ്റ്റ് പോയിന്റ് ആണ് ഒപ്റ്റിമൈസേഷൻ ഓഫ് എക്സ്റേ ഓർ CT ഡോസ്. എന്ന് വെച്ചാൽ എന്താ, അവർക്ക് കൊടുക്കുന്ന, ഇപ്പൊ നമ്മൾ എന്തായാലും പേഷ്യന്റിനെ പ്രൊസീജിയർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടോ രോഗനിർണയം നടത്താനോ കൊണ്ടുവരേണ്ടതായിട്ട് വന്നാൽ കൊണ്ടുവരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാല് അവർക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ടുള്ള അളവില്, അതായത് വളരെ ഉത്തമമായിട്ടുള്ള കൃത്യമായ അളവിൽ തന്നെ എക്സ്റേയുടെയോ അല്ലെങ്കിൽ CTയുടെയോ ഡോസുകൾ കൊടുക്കാനായിട്ട് ശ്രമിക്കാം. മനസ്സിലാവുന്നുണ്ടോ? കൃത്യ അളവിൽ മാത്രം ഡോസുകൾ കൊടുക്കുക. അപ്പൊ അവർക്ക് ആ കൃത്യമായിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ടുള്ള കൃത്യം അളവിൽ ഡോസുകൾ കൊടുക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകളില്ലാണ്ട് നമുക്ക് പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഒന്നാമത്തെ കാര്യം. നമുക്ക് ആ ഒരു റേഡിയേഷൻ ഉപയോഗിക്കാതെ ഈ പ്രൊസീജിയർ ചെയ്യാൻ പറ്റില്ല, അല്ലെ? ഇപ്പൊ CT ആണെങ്കിലും എക്സ്റേ ആണെങ്കിലും നമ്മൾ റേഡിയേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതവിടെ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഈ ഒരു പ്രൊസീജിയർ ചെയ്ത് രോഗനിർണയം നടത്താൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അത് കമ്പൽസറി ആണ്. അപ്പൊ എന്ത് വേണം, അതിന് കൊടുക്കുന്ന ആ ഡോസിന്റെ അളവ് കൃത്യമായ അളവിൽ കൊടുക്കുക. ഇതിന് കൂടാനായിട്ട് പാടില്ല. കൃത്യ അളവിലുള്ള എക്സ്റേ CT ഡോസുകൾ വളരെ ഒപ്റ്റിമൈസേഷനോടുകൂടി വളരെ ഉത്തമമായ കൃത്യമായ അളവിൽ തന്നെ നൽകുക. രണ്ടാമത്തത് ഷീൽഡിംഗ് ഓഫ് പേഷ്യന്റ് പാർട്സ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തെ ആയിരിക്കില്ലേ സ്കാനിങ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്റേയോ CTയോ ഒക്കെ എടുക്കുന്നത്, അല്ലേ? ഒരു പ്രത്യേക ഭാഗത്തെ അല്ലേ മക്കളെ എടുക്കുക? അതായത് ബോഡി ഫുള്ളാണോ എടുക്കുന്നത്? ആണോ?
ചിലപ്പോ ബ്രെയിനിന്റെ ആയിരിക്കാം, ചിലപ്പോ നമ്മുടെ സ്പൈനൽ കോഡിന്റെ ആയിരിക്കാം, ബോൺസിന്റെ ആയിരിക്കാം, അല്ലെ? അപ്പൊ ബാക്കി ഭാഗങ്ങൾ എന്ത് ചെയ്യാം? ഷീൽഡ് ചെയ്യുക. അതായത് ബാക്കി ഭാഗങ്ങളൊന്ന് മറച്ചു വെക്കുക, അല്ലെങ്കിൽ ഒരു കവചം സൃഷ്ടിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ റേഡിയേഷൻ നേരിട്ട് ആ ഒരു നമുക്ക് വേണ്ട ഭാഗത്ത് മാത്രമല്ലേ അഫക്ട് ചെയ്യുള്ളൂ. അല്ലാത്ത ഭാഗങ്ങളെ നമുക്ക് കുറച്ചെങ്കിലും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ലേ? നേരിട്ട് അത് ഏൽക്കുന്നത് ആ ബോഡിയിലേക്ക് ഏൽക്കുന്നതിനെ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് ഭാഗത്തെയാണോ നമ്മൾ എക്സ്റേയോ സ്കാനിങ്ങോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ CT ഒക്കെ എടുക്കേണ്ടത്, ആ ഭാഗം മാത്രം ഓപ്പൺ ആക്കി നിർത്തി ബാക്കി ഭാഗങ്ങൾ ഷീൽഡ് ചെയ്യാം. അതായത് ക്ലോസ് ചെയ്ത് വെക്കാം, മൂടി വെക്കുക, അല്ലെങ്കിൽ മറച്ചു വെക്കാം. Then periodic calibration of machines and quality control. എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ മെഷീൻസ് ഒക്കെ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാല് അതിൽ നിന്ന് റേഡിയേഷൻ കൂടുതൽ വരാം, അല്ലെ? മെഷീൻസിലൊക്കെ തകരാറുകൾ വന്നാൽ റേഡിയേഷൻസ് കൂടുതൽ വന്നൂടെ? അപ്പൊ അതുകൊണ്ട് തന്നെ ആനുകാലികമായിട്ട് സമയാസമയങ്ങളിൽ ആ മെഷീന്റെ കൃത്യത നിർണ്ണയിക്കുക, അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോൾ, ഗുണനിലവാരവും ഉറപ്പുവരുത്തുക. നാലാമത് പറയുന്നത് റെഡ്യൂസ് ദ ടൈം സ്പെൻഡ് നിയർ ദ എക്സ്റേ സോഴ്സ്. എക്സ്റേ സോഴ്സിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു എക്സ്റേയുടെ ഉറവിടത്തിന്റെ അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് പരമാവധി കുറയ്ക്കുക. ആ പ്രൊസീജിയറിന് വേണ്ടി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം കയറ്റുക. ആ പ്രൊസീജിയർ കഴിഞ്ഞ് ഉടനെ പേഷ്യന്റിന് അവിടെ നിന്ന് എന്ത് ചെയ്യാം? മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റുക. ഒരുപാട് ആ സമയം ആ ഒരു എക്സ്റേ സോഴ്സിന്റെ അടുത്ത് അവരെ നിൽക്കാനുള്ള ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അനുവദിക്കാതിരിക്കുക. ഇതൊക്കെ നമുക്ക് പേഷ്യൻസിന് ചെയ്യാൻ പറ്റുന്ന, പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുന്ന മെഷേഴ്സ് ആണ്. മനസ്സിലായോ? അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? കൃത്യമായ ഉത്തമമായ അളവിൽ തന്നെ എക്സ്റേയും CT ഡോസുകളും നൽകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പ്രൊസീജിയർ ചെയ്യാത്ത ഭാഗങ്ങൾ പേഷ്യന്റിന്റെ മറ്റു ഭാഗങ്ങള് ഷീൽഡ് ചെയ്ത് അല്ലെങ്കിൽ കവർ ചെയ്ത് സൂക്ഷിക്കുക. അതുപോലെ തന്നെ ആ മെഷീൻസിന്റെ ഒക്കെ കൃത്യത എപ്പോഴും ആനുകാലികമായിട്ട് പതിവായിട്ട് നിർണ്ണയിക്കുക. ഗുണനിലവാരവും നിയന്ത്രിക്കുക, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ടോ, എല്ലാം കൃത്യതയിലാണോ, കറക്റ്റ് ഡോസിലാണോ അവർ നൽകുന്നത് റേഡിയേഷൻ എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആ എക്സ്റേ സോഴ്സിനടുത്ത് സമയം സ്പെൻഡ് ചെയ്യുന്നത് കുറയ്ക്കുകയും ചെയ്യുക. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഫോർ പേഷ്യന്റ് ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. അടുത്തത് സ്റ്റാഫുകൾക്ക്. സ്റ്റാഫിന് നമുക്ക് എങ്ങനെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുന്ന ജസ്റ്റ് ഒന്ന് മിസ് വേഗം പറഞ്ഞു പോകുന്നേ. ആഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, അതായത് ഒരു 3 മീറ്റർ എങ്കിലും ഒരു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മെഷീൻ ആൻഡ് കൺട്രോൾ പാനൽ. അതായത് ഇവിടെ അവിടുത്തെ സ്റ്റാഫുകളാണ് അവിടുത്തെ കൺട്രോൾ പാനൽ നിയന്ത്രിക്കുന്നത്, അല്ലെ? ഇപ്പൊ ഒരു പേഷ്യന്റിനെ മെഷീന്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തിയാൽ അതുമായി ബന്ധപ്പെട്ട മെഷീനും അതിന്റെ കൺട്രോൾ പാനലും ഒക്കെ നിയന്ത്രിക്കുന്നത് സ്റ്റാഫ് അല്ലേ അവിടെ ചെയ്യുന്നത്, അല്ലേ? ആ പ്രൊസീജിയർ ചെയ്യുന്ന സ്റ്റാഫ് അല്ലേ? അപ്പൊ അവരെ കൺട്രോൾ ചെയ്ത കൺട്രോൾ പാനലും ആ പ്രൊസീജിയർ എടുക്കുന്ന ആ ഒരു മെഷീനും തമ്മിൽ ഒരു മതിയായ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. അപ്പൊ ഒരു 3 മീറ്റർ എങ്കിലും ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ആ കൺട്രോൾ പാനലിന്റെ അവിടെ നിൽക്കുമ്പോൾ നേരിട്ട് അത്രയും അധികം റേഡിയേഷൻ അവരുടെ ബോഡിയിലേക്ക് അഫക്ട് ചെയ്യോ? ഇല്ല. അപ്പൊ കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ അത്രയും കുറവല്ലേ അവരെ ബാധിക്കുള്ളൂ, അല്ലെ? അപ്പൊ അത്തരത്തിലൊരു 3 മീറ്റർ എങ്കിലും ഒരു മതിയായ ഡിസ്റ്റൻസ് ആ മെഷീനും ആ കൺട്രോൾ പാനലും തമ്മിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഏപ്രൺസ് ധരിക്കാം, ഇല്ലേ? അവരുടെ സ്വന്തം പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കാം, വേണ്ടേ? അത് ധരിച്ചല്ലേ നിൽക്കേണ്ടത്. ഏപ്രണുകൾ ധരിക്കാം, ഗ്ലൗസ് ധരിക്കാം. ഏപ്രൺ എന്ന് പറഞ്ഞ എന്താ കണ്ടിട്ടില്ലേ? ഏപ്രൺസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഗ്ലൗസുകൾ ധരിക്കാം. ഗൂഗിൾസ് എന്ന് പറഞ്ഞ കണ്ണടകൾ കേട്ടാ, കണ്ണടകൾ സ്പെക്സ് വെക്കാം. ഡ്യൂറിംഗ് ദി ടൈം ഓഫ് പൊസിഷനിങ് ദ പേഷ്യന്റ്, പേഷ്യന്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ ചെയ്ത് കിടക്കുന്ന സമയത്ത് അവർക്ക് ഇതൊക്കെ ഉപയോഗിക്കാം. അപ്പൊ അവരുടെ ബോഡിയിലേക്ക് ഡയറക്റ്റ് ആ ഒരു റേഡിയേഷൻ അത്രയും അഫക്ട് ചെയ്യില്ല. അതുപോലെ തന്നെ യൂസേജ് ഓഫ് പേഴ്സണൽ ഡിസ്പ്ലേയിങ് ഡിവൈസസ്, അതായത് TLD, അതായത് തെർമോ ലൂമിനസെന്റ് ഡോസിമീറ്റർ. ഈ ഡോസിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് that measure exposure to ionizing radiation over a given period. ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ എത്രത്തോളം അയണൈസിങ് റേഡിയേഷൻ നമ്മുടെ സമ്പർക്കത്തിൽ വന്നു, എത്രത്തോളം എക്സ്പോസർ നമുക്ക് ഉണ്ടായി എന്ന് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഡോസിമീറ്റർ. ആ ഡോസിമീറ്റർ, തെർമോ ലൂമിനസെന്റ് ഡോസിമീറ്റർ
അല്ലെങ്കിൽ PLD എന്നാണ് ഫുൾ ഫോം ആയിട്ട് പറയുന്നത്. ഷോർട്ട് ആക്കി ഡെസിമീറ്റർ എന്ന് പറയും. ആ അത്തരത്തിലുള്ള ഡെസിമീറ്റർ അത്തരം പേഴ്സണൽ ഡിസ്പ്ലേ ഡിവൈസുകൾ എത്രത്തോളം നമുക്ക് റേഡിയേഷൻ അഫക്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മോണിറ്ററിംഗ് റേഡിയേഷൻ എക്സ്പോഷർ എവരി മന്ത്, എല്ലാ മാസവും അതിനനുസരിച്ച് ആ ഡെസിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ മാസവും അവർ എത്രത്തോളം റേഡിയേഷൻ എക്സ്പോഷർ അവരുടെ ബോഡിയിലേക്ക് കിട്ടുന്നുണ്ടെന്ന് നിരീക്ഷിക്കുകയും ചെയ്യുക. അപ്പൊ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ട് എന്താ പറഞ്ഞേ, മെഷീനും കൺട്രോൾ പാനലും തമ്മിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 മീറ്ററെങ്കിലും മതിയായ ഡിസ്റ്റൻസ് പാലിക്കുക. ഏപ്രണുകളും ഗ്ലൗസും ഗൂഗിൾ സൈൻ കണ്ണടകളും ഒക്കെ ധരിച്ചായിരിക്കണം പേഷ്യൻസിനെ പൊസിഷൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഡെസിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇൻസ്ട്രുമെന്റ് മെഷർ ദ exposure to radiation, ionizing radiation over a given period. ഒരു നിശ്ചിത സമയത്തിൽ നമുക്ക് എത്രത്തോളം അയണൈസിംഗ് റേഡിയേഷൻ നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ടുണ്ടെന്ന് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് തെർമോലൂമിനസെന്റ് ഡെസിമീറ്റർ. അത് ഉപയോഗിക്കുക. അതനുസരിച്ച് ഓരോ മാസവും നമുക്ക് എത്രത്തോളം റേഡിയേഷൻ എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ടെന്ന് നിരീക്ഷിക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പൊ സ്റ്റാഫുകളുടെ കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ വരെ ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ അവിടെ വരെ വായിച്ചിട്ട് വരാം. ബാക്കി ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കും കേട്ടോ. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.